ഇന്നലെ രാത്രിയുടെ സങ്കടക്കാഴ്ചയാണ്, ഞെട്ടലുണ്ടാക്കുന്ന കാഴ്ചയാണ്. അതിന് തുടർച്ചയിൽ ആ സ്ഫോടനത്തിന്റെ ദുരൂഹത എന്താണ് എന്നതിന്റെ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും ഫോറൻസിക് സംഘാംഗങ്ങളൊക്കെ അവിടെ വളരെ വിശദമായ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സമയത്തിനകം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ FSLന്റെ ആദ്യ റിപ്പോർട്ട് കിട്ടും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആണ് ഇതിൽ ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ്, അമോണിയം നൈട്രേറ്റ് ആണോ, IED ആണോ, മറ്റെന്തെങ്കിലും അതിനേക്കാൾ മാരകമായ എന്തെങ്കിലും, എന്തായാലും അത് ഉണ്ടായത് ഒരു മാരക സ്ഫോടനമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഈ പറയുന്ന CNG സിലിണ്ടറാണ് എന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ ചില സൂചന വന്നെങ്കിൽ, പക്ഷേ ആ സ്ഫോടനത്തിൻ്റെ വളരെ വല്ലാത്ത വ്യാപ്തി കണ്ടപ്പോൾ തന്നെ അത് CNG ഒന്നും ആവില്ല എന്ന ഏതാണ്ട് ലോജിക്കുള്ള മനുഷ്യന്മാർക്കൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അതിപ്പോൾ അത് സിലിണ്ടർ അല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. അതിനി എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്, ചാവേർ ആക്രമണമാണ് എന്ന തരത്തിൽ ചില സൂചനകൾ ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഡോക്ടർ ഉമറിലേക്ക് എത്താൻ, ഡോക്ടർ ഉമർ ഈ i20 ഹണ്ടായി i20 ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ വണ്ടിയിൽ 3 പേരുണ്ടായിരുന്നു എന്ന തരത്തിൽ സൂചന ആദ്യം വന്നിരുന്നു. പിന്നീട് ബാക്കി 2 പേരെ പറ്റി ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ഡോക്ടർ ഉമറിൻ്റെ പേരാണ്. ഈ ഉമർ ആകട്ടെ ഇന്നലെ ഹരിയാന ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു വലിയ സ്ഫോടക വസ്തു ശേഖരമൊക്കെ 300 കിലോയ്ക്ക് അടുത്തുള്ള സ്ഫോടക വസ്തു ശേഖരമൊക്കെ പിടികൂടിയിരുന്നു. അവരുടെ കൂട്ടാളിയാണ് ഡോക്ടർ ഉമർ. ഫരീദാബാദ് സംഘത്തിൽപ്പെട്ട ആളാണ് ഈ ഡോക്ടർ ഉമർ എന്നുള്ള കാര്യമൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫരീദാബാദ് അറസ്റ്റിൽ ഉള്ള പരിഭ്രാന്തിയിൽ ഡോക്ടർ ഉമർ വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി നടപ്പിലാക്കി എന്ന തരത്തിലും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിച്ച യോഗം തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഡൽഹി പോലീസ് ചീഫുണ്ട്, NIA ചീഫുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഇതിൽ ചർച്ചയാവുന്നത്? ഇതിൽ ഈ പറയുന്ന ഏതൊക്കെ ആംഗിളുകൾ ഇതിലുണ്ട് എന്ന കാര്യം വിശദമായി പരിശോധിക്കുകയല്ലേ? ഹാഷ്മി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ പുരോഗമിക്കുന്ന ഉന്നതതല യോഗത്തിൽ സ്വാഭാവികമായും ഇതുവരെയുള്ള കണ്ടെത്തലുകളായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുക. അതിന്റെ സ്ഫോടനത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് എന്താണ്, ഏത് ദിശയിലാക്കിയാണ് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഇനി തുടർ നടപടികൾ എന്താണ് എന്നത് സ്വീകരിക്കേണ്ടി വരും. ഭീകരാക്രമണ സ്വഭാവമാണ് ഉള്ളതെങ്കിൽ സ്വാഭാവികമായും കേസ് NIAക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം നടപടികളെങ്കിൽ ഒരുപക്ഷെ ഉണ്ടായേക്കും. എന്തായാലും അതെല്ലാം തന്നെ, ആ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരിക ഈ യോഗത്തിന് ശേഷം അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴായിരിക്കും. എന്തായാലും യോഗം പുരോഗമിക്കുന്നു. NIAയുടെ മേധാവി, ഒപ്പം തന്നെ IB ഇന്റലിജൻസ് ബ്യൂറോ മേധാവി, ഒപ്പം തന്നെ ഡൽഹി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് യോഗം ഇപ്പോൾ ചേരുന്നത്. ഇതുവരെ എന്തൊക്കെ കണ്ടെത്തലുകൾ, ആരിലേക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത്? നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ CNG പൊട്ടിത്തെറിച്ചതാണ് എന്നായിരുന്നു ആദ്യ പ്രാരംഭഘട്ടത്തിൽ വന്ന ചില വിവരങ്ങൾ. പക്ഷേ ഒരിക്കലും ഒരു CNG പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ആയിരുന്നില്ല ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം. അതിന് വലിയ ആഘാതമുണ്ടായിരുന്നു, വലിയ രീതിയിൽ അതിന് വ്യാപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഇതിൽ ചില അസ്വാഭാവികത, അസാധാരണമായിട്ടുള്ള ഒരു സ്ഫോടന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ തിരക്കിട്ട അന്വേഷണങ്ങളിലേക്ക് കൂടി ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ കടന്നത്. ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ NIA NSC സംഘങ്ങൾ ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായത്. അവർ ഓടിയെത്തുകയും കാര്യങ്ങൾ ആ ഏരിയ മൊത്തം ചുറ്റും വളഞ്ഞ് അവിടേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ലഭിക്കാവുന്ന അത്രയും യോഗം പുരോഗമിക്കുന്നു. നിർണായകമായ യോഗമാണ്. നിർണായകം എന്ന് പറയാനുള്ള കാരണം അതിനുശേഷം അതിന്റെ ഒരു ഒഫീഷ്യൽ വേർഷൻ കിട്ടും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.